പോയി ബെൻസൺ. യെസ്. ഒന്ന് കറങ്ങി വന്നാലോ? കറങ്ങാലോ. എങ്ങോട്ടാ പോണ്ടേ? ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, ഇങ്ങനെ ഉത്തിരിക്കുക. വാ. ശരിയാ. ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാരും ഒന്ന് നോമ്പൊക്കെ തുറന്നൊന്ന് ഉഷാറായിട്ടിരിക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ പകല് നല്ല ചൂട്. അപ്പൊ പകല് ചിലപ്പോ ചൂടുള്ള ചർച്ച ഉണ്ടാവില്ല. അപ്പൊ രാത്രി കാറ്റ് കൊള്ളാനിരിക്കുമ്പോഴും ചൂടുള്ള ചർച്ചകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് പോയി അപ്പൊ അതും കൂടി ഒന്ന് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഹെൽമെറ്റ് നിർബന്ധമാണ് വണ്ടിയൊക്കെ കയറുമ്പോ. അതിനാണല്ലോ എപ്പോഴും ഒരു ഹെൽമെറ്റ് കയ്യിൽ കരുതുന്നേ. ഞാൻ ഓടിച്ചാലോ? അത്രയ്ക്ക് റിസ്ക് എടുക്കണോ നമുക്ക്? നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിൽ അല്ല നഗരങ്ങളിൽ കാണുന്ന മാതിരിയല്ല കേട്ടോ നാട്ടിൻപുറത്ത്. ഈ നേരത്തെ പറഞ്ഞില്ലേ വൈകുന്നേരം ആളുകൾ കാറ്റുകൊള്ളാൻ വരുന്നൊക്കെ. പൊതുവെ ഇവർക്ക് ഈ സമയത്ത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അപ്പൊ അവരുടെ മൊത്തം വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിരിക്കും. അതെ അതെ അതെ. ഈ ഒരു നമ്മൾ ഈ പകല് ചെറിയ ചായക്കടകളിൽ ചെന്നാൽ പോലും ഇപ്പം അത് തന്നെയാണ് വർത്താനം. ഈ രാത്രി കാലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. നമ്മുടെ ഈ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഇവരോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? രാത്രി തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിലാണോ? ഇങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ എവിടെ എത്തി? തെരഞ്ഞെടുപ്പൊക്കെ ചൂട് പിടിച്ചു വരുന്നത് സമയമുണ്ടല്ലോ, 26-നല്ലേ. തെരഞ്ഞെടുപ്പ് രംഗം ചൂട് ആയി കൊണ്ട് വരികയാണ്. ഈ 3 മുന്നണികളുണ്ട് ഇവിടെ. സാധ്യത അങ്ങനെ ഒറ്റയടിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഈ വൈകുന്നേരമൊക്കെ ഇരിക്കുന്ന സമയത്തേ, ഇങ്ങനെ രാത്രിയിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇത് തന്നെയാണോ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ഇത് തന്നെയാണ് പാർട്ടിന്റെ വർത്താനം പറയുന്നത്. എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എല്ലാരും ഒത്തു ഒരുമേലിൽ പോയിട്ടുണ്ട്. എളുപ്പത്തിൽ ആർക്കും ജയിച്ചു പോകാൻ പറ്റില്ല. കരിമുഖായാലും വേണ്ടില്ല, രാഘവനായാലും വേണ്ടില്ല, പിന്നെ രമേശായാലും വേണ്ടില്ല. എന്തായാലും അത്യാവശ്യം നല്ല ടീമാ മൂന്നാളും. ശരി കേട്ടോ. എന്തായാലും അടുത്തൊരു സ്ഥലത്ത് പോയി നോക്കിയാലോ? നമസ്കാരം. നമസ്കാരം. എന്താണ് രാത്രി ഇങ്ങനെ കാറ്റൊക്കെ കൊള്ളാറങ്ങിയാണോ എല്ലാവരും? വൈകിട്ട് നമ്മളെ പരിപാടി ഒരു പണി കഴിഞ്ഞ് വന്നാല് ഒരു റെസ്റ്റ് കിട്ടണ്ടേ, അതിനുവേണ്ടി വന്നില്ല. വൈകുന്നേരം വരെ പണിയെടുക്കണം ഈ പൊരി വെയിലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റ്. അത് ഇതേപോലെ തെരഞ്ഞെടുപ്പൊക്കെയാണ് ഇപ്പൊ ചർച്ച. ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചു കിട്ടും. ഇനി തെരഞ്ഞെടുപ്പ് പറ്റി എന്ത് പറയാനാ? ഇവരെന്നെ വരണമെന്ന് ഞാൻ പറയുന്നത്. LDF തന്നെ വരണം. കാരണം ഇത്രയും ഞാൻ നല്ലൊരു ഇടതുപക്ഷക്കാരനാണ്, CPI-കാരനാണ്. ഇത്രയും കാലം നമുക്ക് ഇനിയൊന്നും കൂടാനില്ല കേരളത്തിൽ. എന്തിനാ കൂടാത്ത? ആകെ വില കൂടാത്ത ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ ആളെ ഉള്ളൂ, മനുഷ്യൻ. കുടിവെള്ളം എന്ന സാധനം ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ ഇതൊക്കെ ആലോചിച്ചിട്ടല്ലേ പോവാ? ഇപ്രാവശ്യം ആർക്കും വോട്ട് ചെയ്യുന്നില്ല. ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. എന്തായി തെരഞ്ഞെടുപ്പൊക്കെ എവിടെ എത്തി? തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആര് ജയിക്കാനാ സാധ്യത? സാധ്യത ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ കടയാ? അപ്പൊ ഈ കടയിലെ ആൾക്കാർ വരുന്ന സമയത്തൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യോ? രാഷ്ട്രീയങ്ങള് ചിലപ്പോഴൊക്കെ അല്ലാതെ ആയി തുടങ്ങിയില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം തന്നെ. വാഗ്വാദത്തിലേക്കൊക്കെ വരും, വാക്തർക്കൊക്കെ വരും. അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. രാഷ്ട്രീയം പറയരുതെന്ന് എഴുതി വെക്കേണ്ട അവസ്ഥയൊക്കെ വരും. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണങ്ങളും. ഒരു വാഗ്വാദത്തിലേക്ക് ഞങ്ങൾ എത്തൂല. കാരണം തമ്മിലുള്ള നല്ല ബന്ധമാണ്. അടിപൊളി മുടിയാണോ? അല്ല, അത് കഴിഞ്ഞു പോയപ്പോൾ ഞാൻ കിട്ടുക കേട്ടാരണോ? ആരാള്? ബോസിന്റെ ആളാ, പന്ന്യൻ രവീന്ദ്രന്റെ ആളാ. ശരി, അതും എനിക്ക് തിരിഞ്ഞില്ല. അത് ശരി, പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെയാണോ മുടി? അല്ല, രവിയേട്ടൻ എന്റെ ഒരു മാതൃകയാണെന്ന് മാത്രം. എന്തിനാ തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കാണട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ആരാധകനെ. പന്ന്യൻ രവിയേട്ടൻ ജയിച്ചു വരുന്നുള്ളത് 100% ഗ്യാരണ്ടി. അപ്പൊ മുടി വളർത്തിയത് അങ്ങനെയാ? ഇങ്ങനെ മുന്നോട്ടിടും, ഞാനത് മുന്നിൽ ബാക്കിൽ കെട്ടിവെക്കും. അത് വ്യത്യാസമേ ഉള്ളൂ. പുള്ളിനെ കണ്ടിട്ടാണോ മുടി വളർത്തി തുടങ്ങി? പുള്ളിനെ കണ്ട് അങ്ങനെ മുടി വളർത്തി തുടങ്ങാനൊരു കാരണം? കൂടെ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു, കണ്ണൂരും ഇതൊക്കെ തിരുവനന്തപുരത്തൊക്കെ. ഞങ്ങൾ വീട്ടിലായിട്ട് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് രാജീവ്.
രാജീവ് കീച്ചേരി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് വരെ മൂപ്പരെ വീട്ടിൽ തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ പന്നിൻ രവീന്ദ്രന് കിട്ടുന്ന വോട്ടായിരുന്നു കിട്ടും. അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഞങ്ങൾ പോയിച്ച് വരാം. താങ്ക് യു. അപ്പൊ രാത്രി ഇനി നിങ്ങളുടെ ചർച്ച ആവട്ടെ, ഒന്നുകൂടി ചൂട് പിടിക്കട്ടെ, അപ്പൊ നമ്മൾ വീണ്ടും വരാം. അതെ, എന്നാ ശരി കേട്ടോ. പുഴേന്റെ സൗന്ദര്യം കാണാൻ വന്നാണോ പാലത്തിന്റെ ഭംഗി കാണാൻ വന്നാണോ? പാലത്തിന്റെ ആണോ? പുതിയ പാലാണല്ലോ അല്ലേ? ഇവിടെയാണോ വീട്? അവിടെ തന്നെ മഞ്ഞടി. ഓ, അല്ല എങ്ങനെ ഇപ്പൊ ഞങ്ങളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാലേ മനസ്സാ. എവിടെ എത്തി തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തല്ലോ. അപ്പൊ വോട്ട് ചെയ്യേണ്ട ആർക്കാന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്താൻ സമയമായോ? സമയമായി. ഇതിന്റെ സ്ഥാനാർത്ഥികളല്ലാത്ത പാർട്ടിക്കാരൊക്കെ വരുന്നുണ്ടോ? പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. വോട്ടൊക്കെ ചോദിക്കില്ലേ? എല്ലാവരും എത്തി? എല്ലാവരും ഇല്ല. നമ്മൾ അവിടെയൊക്കെ സംസാരിച്ച പോലെ ഒരു കുറച്ചും കൂടി അങ്ങോട്ട് ദിവസം കഴിയണം, എന്നാലേ ഒരു ചൂടാകുള്ളൂ. അത്രത്തോളം ഒരു ഓളത്തില്ല അല്ലേ? ഇല്ല ഇല്ല. മക്കളൊക്കെ വോട്ടുള്ള ആൾക്കാരാ? ഇല്ല. ആർക്ക്? എത്ര വയസ്സായി? ഞാനിപ്പോ 16. അത്രയായിട്ടേ ഉള്ളൂ. ഓഹോ, ഇനിയും 2 കൊല്ലം കാത്തിരിക്കണം മനസ്സാ. ആരെയാ ഇഷ്ടം? മുഖ്യമന്ത്രിനെ. ആണോ? പേരെന്താ? ധൻവി. മുഖ്യമന്ത്രിയുടെ പേര്? മുഖ്യമന്ത്രിന്റെ പേര് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ആരാധിക അല്ലേ? ഭയങ്കര ഇഷ്ടാ? ആണോ? ആരാ അപ്പൊ ജീവനോടെ ഉണ്ടാവും എന്നിട്ട് വോട്ട് ചെയ്യുമെന്ന് വെച്ച്? എങ്ങനെ തെരഞ്ഞെടുപ്പിന് ചൂടൊക്കെ എത്തിയേക്കാം? എങ്ങനെ തെരഞ്ഞെടുപ്പിന് ചൂടൊക്കെ എത്തിയോന്ന് ചോദിക്കാം. ഇല്ലല്ല ഇല്ലേ? ഇല്ല, ചൂടാവണോ അല്ലേ ഇനിയും? ചൂടാവണം. സ്ഥാനാർത്ഥികളൊക്കെ വന്നു തുടങ്ങിയോ? ഓ, തുടങ്ങി. പൊതുവെ രാഷ്ട്രീയമൊക്കെ പറയാൻ തുടങ്ങിയ ആൾക്കാര്? രാഷ്ട്രീയം കുറേശ്ശൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അധികമായിട്ട് ഇറങ്ങാൻ ഇപ്പോൾ ഈ മാസം കൊണ്ട് കഴിയാൻ നോമ്പ് കഴിയുമ്പോഴേക്ക് ഒന്നും അധികം ചൂടാൻ മതി. രാഷ്ട്രീയ ചൂട് ഇനി ചൂട് വരണം. ഇനിയും കൂടണം. രാഷ്ട്രീയ ചൂട് കൂടണം. മറ്റേ ഓൾറെഡി ആയി കഴിഞ്ഞല്ലോ. എന്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? നല്ല ചൂടുണ്ട്, അതേസമയം ഇലക്ഷനായി. രാഷ്ട്രീയ ചൂടുണ്ടോ? രാഷ്ട്രീയ ചൂട് ഇവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ പ്രതിസന്ധിയില്ല. കാരണം ഈ പാലം ഒരുപാട് കാലമായി ഇങ്ങനെ കിടക്കണ്. ഓഫർ ഇപ്പോഴും തരുന്നുണ്ട്, നല്ല ഓഫർ തന്നെ ഉള്ളൂ. 2 പ്രാവശ്യം ഓഫർ കിട്ടി, ആ 2 ഓഫർ നടന്നില്ല. ഇപ്പോൾ ഒരു ഓഫർ വന്നിന് ഇപ്പം അടുത്ത്, എന്താ അറിയില്ല. ഏതായാലും ഇപ്പം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയും ജയിപ്പിക്കാൻ പറ്റൂലല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മളെ അവസ്ഥ. 10 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ നിലവിൽ ജയിച്ച സ്ഥാനാർത്ഥി പാലം തരാന്ന് പറഞ്ഞ് ഇപ്പോൾ അടുത്ത പ്രാവശ്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുമെന്നുള്ളത് അടുത്ത പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പം നമ്മളിപ്പോ വോട്ട് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇവിടുത്തെ ചർച്ചകൾ. വോട്ട് ചെയ്യാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇതൊരു വിഷയം അവർക്കും അറിയാതെ എന്തായാലും വോട്ട് ചെയ്യുമെന്നുള്ളത്. ഒരു പറയുന്നത് ഇപ്പൊ പാസ്സായിട്ടുണ്ട്, തരാന്നുള്ള വാക്ക് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയം നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യം. ഇവിടുത്തെ എന്തായാലും ദേശീയ രാഷ്ട്രീയം ഇവിടുത്തെ ഏത് സീറ്റും അവർക്കുള്ള അവിടേക്ക് നമുക്ക് പ്രാദേശികമായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടുത്തെ ഏതായാലും സീറ്റുകൾ എല്ലാവരും അവിടേക്കുള്ളതാണ്. അവിടുത്തെ കേരളം വിട്ടിട്ടുള്ള സൈറ്റിലെ കാര്യങ്ങളാണ് നമുക്ക് പ്രശ്നമുള്ളൂ. ഇവിടുത്തെ ഏതായാലും സീറ്റ് ഇപ്പോൾ LDF ആയാലും കോൺഗ്രസ് ആയാലും നമ്മളെ കോൺഗ്രസിനുള്ള ഒരു ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്. വോട്ട് ഇന്ത്യ മുന്നണിക്കാണ്. ഇവിടെ നമുക്ക് UDF ആണ്. അതെ ചോദിച്ചു, വോട്ട് ഇന്ത്യ ഇത് നമ്മൾ രാത്രി ഇറങ്ങിയ നന്നായി, വെയിലിന്റെ ചൂടില്ലല്ലോ. അപ്പൊ ബെൻസൺ ബാബുവിനും സഞ്ജു പൊറ്റമ്മലിനും ഒപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.